2020 ലോകകപ്പിലെ സൂപ്പർ 8-ൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് തോറ്റിരിക്കുകയാണ്. 76 റൺസിന്റെ വമ്പൻ തോൽവി വഴങ്ങിയതോടെ ഇന്ത്യക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. നെറ്റ് റൺ റേറ്റിൽ വലിയ ഇടിവ് നേരിട്ട് ഇന്ത്യക്ക് ശേഷിക്കുന്ന 2 മത്സരത്തിലും ജയിച്ചാലും സെമിയിലേക്ക് എത്തുക പ്രയാസമാവും. നെറ്റ് റൺ റേറ്റിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിക്കാത്ത പക്ഷം കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. ഇന്ത്യയുടെ തോൽവിക്ക് പിന്നിലെ പ്രധാന വിമർശനം വരുന്നത് പ്ലേയിങ് ലെവലിലേക്കാണ്. ഇന്ത്യ പ്ലേയിങ് ലെവലിൽ ഇനിയും പരീക്ഷണം തുടർന്നാൽ സെമി കാണാതെ പുറത്താക്കാൻ സാധ്യത കൂടുതലാണ്. ഇന്ത്യക്ക് ഇനി സൂപ്പർ 8-ൽ നേരിടേണ്ടത് സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസിനെയുമാണ്. ഈ 2 മത്സരത്തിലും വമ്പൻ ജയം ലക്ഷ്യമിടുന്ന ഇന്ത്യ പ്ലേയിങ് ലെവലിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തേണ്ടതായുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് തിരികെ വരണം. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് പഴയതുപോലെ ഓപ്പണിംഗിൽ കളിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യക്ക് ഇടത് വലത് കൂട്ടുകെട്ട് ഓപ്പണിംഗ് ഇല്ലാത്തതിനാൽ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ എതിരാളികൾ പൊളിക്കുകയാണ്. സഞ്ജു വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചേക്കും. 4 മത്സരത്തിൽ അഭിഷേകും ഇഷാൻ കിഷനും ചേർന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയപ്പോൾ 3 മത്സരത്തിൽ അഭിഷേകും 1 മത്സരത്തിൽ ഇഷാൻ കിഷനും ഡെക്കിന് പുറത്തായതാണ് എടുത്തു പറയേണ്ട കാര്യം. ലോകകപ്പിൽ ഇനി 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ കളിക്കണം. കിവീസ് പരമ്പരയിൽ 3-ാം നമ്പറിൽ കളിച്ച് മികവ് കാട്ടാൻ ഇഷാൻ ആയിരുന്നു. നിലവിൽ 3-ാം നമ്പറിൽ കളിക്കുന്ന തിലക് വർമ്മ മോശം പ്രകടനശേഷിയിലാണ് കളിക്കുന്നത്. ഇത് ഇന്ത്യയുടെ മറ്റ് ബാറ്റ്സ്മാൻമാരെല്ലാം സമ്മർദ്ദത്തിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിലകിനെ പുറത്തിരുത്താം. 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളിക്കും. സൂര്യ പ്രകടനശേഷി മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. 5-ാം നമ്പറിൽ ശിവൻ ദുബെ കളിക്കണം. ഇടതു വലത് കൂട്ടുകെട്ട് നടത്താൻ ഇത് അത്യാവശ്യമാണ്. 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ കളിക്കണം. ഹാർദിക് ബാറ്റിംഗിൽ സ്ഥിരത കാട്ടേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 7-ാം നമ്പറിൽ റിങ്കു സിംഗ് തുടരണം. മോശം ഫോമുകളിൽ താരമെങ്കിലും ഫിനിഷർ റോളിൽ താരത്തെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. റിങ്കുവിൻ്റെ മികച്ച ഫീൽഡിംഗ് പ്രകടനവും എടുത്തു പറയേണ്ട കാര്യമാണ്. 8-ാം നമ്പറിൽ അക്ഷർ പട്ടേൽ കളിക്കണം. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും ഇടങ്കയൻ സ്പിന്നർ ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേലിനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പുറത്തിരുത്തിയത് ഇന്ത്യ കാട്ടിയ വലിയ മണ്ടത്തരമാണ്. കേശവ് മഹാരാജ് സൗത്ത് ആഫ്രിക്കയ്ക്കായി തിളങ്ങിയത് എല്ലാവരും കണ്ടതാണ്. വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ പുറത്തിരുത്തുകയാണ് വേണ്ടത്. കാര്യമായൊന്നും ചെയ്യാനാവാത്ത സുന്ദർ പ്ലേയിങ് ലെവലിൽ സ്ഥാനം അർഹിക്കുന്നില്ല. 9-ാം നമ്പറിൽ അർഷ്ദീപ് കളിക്കണം. ഇടങ്കയൻ പേസർ ന്യൂ ബോളിലും ഡെത്ത് ഓവറിലും മികവ് കാട്ടുന്നുണ്ട്. 10-ാം നമ്പറിൽ ബൂമ്ര തുടരണം. ബൂമ്രയുടെ ബോളിംഗ് പ്രകടനം ഗംഭീരമാണ്. സൗത്ത് ആഫ്രിക്കയെ 3 വിക്കറ്റോടെ വിറപ്പിക്കാൻ ബൂമ്രക്കായി. 11-ാമനായി വരുൺ ചക്രവർത്തി തുടരണം. സൗത്ത് ആഫ്രിക്കയോട് നിരാശപ്പെടുത്തിയെങ്കിലും വരുണിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർണായക കൂട്ടുകെട്ട് പൊളിക്കാൻ വരുണിന് സാധിക്കും. അതുകൊണ്ട് തന്നെ വരുൺ തുടരേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ സാധ്യത 11 ഇങ്ങനെയായിരിക്കണം: സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റ തോൽവി ഒരു പാഠമാകണം. ടീം സെലക്ഷനിലെ പാളിച്ചകൾ തിരുത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് സെമി കാണാതെ പുറത്തു പോകേണ്ടി വരും. സഞ്ജു ഓപ്പണിംഗിലേക്ക് വരുന്നതും ഇഷാൻ 3-ാം നമ്പറിൽ കളിക്കുന്നതും ടീമിന് ഗുണകരമാകുമോ? അതോ തിലക് വർമ്മയ്ക്ക് ഇന്ത്യ ഇനിയും അവസരം നൽകണമോ? നിങ്ങളുടെ പ്ലേയിങ് 11 കമന്റായി രേഖപ്പെടുത്താം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.